ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് റമദാൻ 2ൻ്റെ ഡേ 2ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നൈസ് പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പൊടിക്ക് വെള്ളം ഒക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് പൊടിയിട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ പൊടിക്ക്. പിന്നെ അത് തിളച്ച് വന്ന സമയത്ത് നമ്മളതിലേക്ക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് അതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. പത്തിരിയൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവേ. പിന്നെ എന്താ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീട്ടിലെന്താ ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നൈസ് പത്തിരിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരും ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പെട്ടെന്ന് തന്നെ ഒക്കെ ഒന്ന് ബോൾസാക്കി എടുത്തിട്ടോ, നല്ലോണം കുഴച്ചതിന് ശേഷം ഒന്ന് ബോൾസാക്കി എടുത്ത്. ഈ കുഴക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ടാസ്ക്കുള്ള പണിയാണ്, എന്നാലും നമ്മളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഷേപ്പൊന്നും കിട്ടില്ല, എന്നാലും പരത്തിയാൽ അതിനൊരു എന്താ പറയുക നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തേ. എൻ്റെ ഉമ്മ നന്നായിട്ട് പരത്തിയെടുക്കും കേട്ടോ. എനിക്ക് റൗണ്ടൊന്നും കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ അങ്ങ് മുറിച്ചെടുക്കലാണ്. ഇപ്പം പിന്നെ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരല്ലേ, അപ്പോൾ പിന്നെ ഇതൊക്കെ മതിയല്ലോ കഴിക്കാനായിട്ട്. അപ്പം പത്തിരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ പത്തിരി ആയതുകൊണ്ട് 2 മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. ചട്ടിയിൽ വലിയ ചട്ടിയാണ്, പക്ഷേ 2 ഇടാൻ പറ്റുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 4 5 ഒക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കും കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ മുട്ട വരക്കിട്ട് പൊരിച്ചതാണ്. വരക്കിട്ട് പൊരിക്കുക എന്ന് പറഞ്ഞാൽ വരട്ട് പൊരിക്കുക എന്നാണ് ഇവിടെ കൊയിലാണ്ടിയിൽ വരക്കിട്ട് പൊരിക്കുക എന്നാണേ പറയുക. അപ്പോൾ ഒരു 10 മുട്ട എടുത്തിട്ട് അതും കൂടി ഒന്ന് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചണേ. പിന്നെ ബീഫ് കറി വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തണേ. അതിൽ ഉലുവപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും പിന്നെ ഒരു കിഴങ്ങും കൂടി ഇട്ടെടുത്തന്നെ, ഉരുളക്കിഴങ്ങ് അതും കൂടി ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മസാല തേച്ച് ഒരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ബീഫിന് നല്ല ടേസ്റ്റ് ഇട്ടിട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് പീസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ചെറിയ സവോളയും കൂടി അരിയുന്നുണ്ട്. പിന്നെ ചെറിയ 2 തക്കാളി, ഒരു 4 പച്ചമുളക് കേട്ടോ. ഓവർ എരിവൊന്നും മസാലയൊന്നും ഞാൻ ഇടുന്നില്ല, കാരണം നോമ്പുറന്ന സമയത്ത് കാഞ്ഞ വയറിലേക്ക് നന്നായിട്ട് എരിവുള്ളതൊക്കെ കഴിച്ചാൽ ചിലപ്പം വയറിന് പറ്റില്ല. അതുകൊണ്ട് ചെറുതായിട്ട് എരിവൊക്കെ ഇപ്പോൾ ഇടലുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ കുക്കർ വെച്ച് കുക്കറിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ സവോളയും കൂടി ഇട്ട് അത് വഴന്ന് വന്നതിന് ശേഷം തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പരിപാടിയൊക്കെ വേഗം വേഗം കഴിക്കാൻ കേട്ടോ. മോള് എന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എക്സാം ആയതുകൊണ്ട് ഇന്ന് മോളും ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ ഉമ്മയും അടുത്തുനിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ആ ചട്ടിയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തേ. പിന്നെ കുറച്ച് സമൂസ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്, അതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ കുറഞ്ഞ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കൽ, കാരണം പിന്നെ വേസ്റ്റ് ആവില്ലല്ലോ. ഇതിൻ്റെ ബാക്കി ഓയിലിലേക്ക് മുട്ടയും കൂടിയും ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറഞ്ഞ ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ മുട്ട കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇതിടാൻ, വേഗം പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പം ഞാൻ ചെറിയ തീയിലാണ് വെച്ചത്. അതൊന്ന് മൂടിക്കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുന്ന സമയത്തൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. കയ്യിൽ മറ്റേ ശരിക്കും നേരിട്ട് ചട്ടകം കൊണ്ടാക്കണേ നല്ലത് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്നൊന്ന് മറിച്ചിടാനൊക്കെ പറ്റുമേ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന വിചാരിച്ചിട്ട് പേടിയായിട്ടാണ്. പിന്നെ ജ്യൂസും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ മെലനാണ് എന്ന് അതിൻ്റെ കൂട്ടത്തിൽ 2 3 അല്ലി നാരങ്ങൻ്റെ ഓറഞ്ച് കേട്ടോ, ഓറഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പുളിയൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവേ. പിന്നെ പുതിനൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുക, പക്ഷേ ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ കുറച്ച് ഐസും കൂടി ഇട്ട് അതും റെഡിയാക്കി വെച്ചേ. അപ്പോൾ നമ്മളെ നോമ്പർക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. സമൂസ, മുട്ട വരക്കിട്ടത്, പിന്നെ വാട്ടർമെലൻ ജ്യൂസ്, ബീഫ് കറി, പത്തിരി, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയൊരു കിറ്റാണ് കേട്ടോ അത്, മാഷാ അല്ലാഹ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ.